ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടെ ഇവിടെയുണ്ട്. ഇത് നമ്മൾ ലത്തീനുമായിട്ട് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ലത്തീനി പെണ്ണിനെ കെട്ടിച്ച ഒന്നും പഠിക്കാൻ ഒന്നിനും പോകണ്ട. കൃത്യം ഒന്നാ ഒരു ഇത് തന്നെ സീറോ മലബാറും മലങ്കരയും കൂട്ടുവോ? കുഴപ്പമില്ലല്ലേ? യാക്കോബറ്റുകാരാണെങ്കിൽ പറ്റിയല്ല. യാക്കോബറ്റുകാരാണ് മാമൂസായൊക്കെ മുക്കി എല്ലാം റെഡിയാക്കണം. എന്നാലേ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരക്ക്, ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥലമാണ് ഇത് മൂന്നാറ്. ഇതവിടെ ചന്ത, ഇതിൻ്റെ അകത്ത ചന്ത. ഇത് സ്ഥലം ഇത് മൂന്നാറില് വേറെ മൂന്നാറ് വേറെ സ്ഥലം പോകണമെങ്കിൽ പോണം. 10 അല്ല, ഇതില് മൂന്നാറിന് മാത്രം ശരിക്കുള്ള ടൗൺ ആണ് ഇതല്ലേ? ഇതാ മൂന്നാറ് ടൗൺ, യഥാർത്ഥ ടൗൺ. നമ്മളിപ്പോ കറങ്ങി വന്നില്ല, അതെല്ലാം മൂന്നാറിൽ പെട്ടത്. ഇനി ഉണ്ട് കേട്ടോ, കിലോമീറ്റർ അകലെ ഉണ്ട് മൂന്നാറ്. ഇതൊരു പഞ്ചായത്ത് മുഴുവൻ മൂന്നാറാണ്. ഇങ്ങനെ പോവാണ്. ഇവിടെ ഇടയില്ലാത്ത മുഴുവൻ. ഇനി അവിടെ ഒരു പാലമുണ്ട്, ആ വണ്ടി തിരിഞ്ഞു പോകുന്നിടത്തോട്ട് നേരെ കയറി പോക്കും. അവിടെ പോയിട്ട് അപ്പുറത്ത് പോയി തിരിച്ചിട്ടുണ്ടെന്ന് വരാം. എല്ലാം ഉണ്ട് ഇവിടെ. മുസ്ലിം ഉണ്ട്, യാക്കോബറ്റും എല്ലാം. തിരിക്കല്ലേ? ആ, തിരിച്ചു. ഇവിടെ അങ്ങനെ തിരിക്കാം. നോക്ക്, തിരിക്കാമെങ്കിൽ തിരിച്ചോ പെട്ടെന്ന്. തിരിയാൻ ബുദ്ധിമുട്ടാണ്. ഇച്ചിരി പാടാ. എടുക്ക ഒരു ഓട്ടോ വന്നിട്ട് പയ്യെ എടുക്കും. പയ്യെ എടുക്കും. പോരട്ടെ, 20 മതിയെങ്കിൽ തിരിച്ചു. ഇവിടെ വന്ന് ഇങ്ങനെ തിരിക്കുകയല്ല ആൾക്കാർ. അവിടെ പോയിട്ടാണ് തിരിക്കുന്നത്. അവിടെ പോലീസ് ഒന്നുകൂടി എടുക്കും. പോട്ടെ, നീ തിരിയോ? അല്ലേ ചേട്ടാ വന്നോ? എന്താണെന്നറിയോ, ഉമ്മ ഓർക്കപ്പുറത്ത് ഓടി വന്നിട്ട് കാശ് എഴുതി തരും ഉമ്മ. പക്ഷേ അയ്യോ, അത് കളയാതിരിക്കാനാണ് ഞാനീ നോക്കണത്. ഒന്നാമത്തെ ഗവൺമെന്റിന് നക്കാപ്പിച്ച ഗവൺമെന്റാണ്, കാശില്ലാതെ ഇരിക്കും. അപ്പോൾ എന്നാ വേണേലും എങ്ങനെ വേണേലും പിടിച്ചോളാനാണ് പറഞ്ഞത്. അതെ, ചക്കാത്തി. ഇത് ഇവിടെ ഇതില്ല ഒരു കട. ഇത് മുഴുവൻ ഇട്ടങ്ങളെ കടകളൊന്നും. ഒരു കുഞ്ഞു മുറി ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞ പോലെ വാടക. ഇവിടുത്തെ അതുപോലെ വാടകയാണ് കൊടുക്കും മേടിക്കുന്നത്. എന്തുണ്ടെങ്കിലും അതെ, പറ്റിയ സ്ഥലം. അതെ, എന്തിനും കച്ചവടം, എന്തിനും എവിടെ വന്നാലും. റൂം അതേ കാറ്റ്. എന്തെങ്കിലും സാധനം കൊടുക്കണേ. ഹോട്ടലിലൊക്കെ ഒരു കോഴിക്കാല് കൊടുത്ത 500 രൂപ 200 രൂപയൊക്കെ മേടിക്കണമെന്നാണ് പറഞ്ഞു. അതുപോലത്തെ കാശാ. ഇവിടെ പിടിച്ചുപിടിയാന്ന് പറയേണ്ട പേപ്പറിലൊക്കെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരും. അതിനിപ്പോൾ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും അടിമാലിയിൽ നിന്ന് ഭക്ഷണം കഴിക്കും. പിന്നെ വെച്ച് കുടിക്കാൻ അങ്ങനെ പോകും. അല്ലാത്തവർ കുറേ ഉണ്ടാക്കി അടിമാലിയിൽ നിന്ന് ഇവിടെ കൊണ്ടുപോയി കൊടുക്കും. അവർ പറഞ്ഞ് വണ്ടിയാൽ ഇവിടെ കൊണ്ട് കൊടുക്കും. അവരിപ്പോൾ രാജമലയാണ്, അവിടെ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ചെയ്യുമോ? കുറച്ച് കൊടുക്കും. അവർക്ക് സാധാരണ നമ്മുടെ ഇതിലുള്ള ഭക്ഷണത്തിനുള്ള വിലയോ മേടിക്കുകയുള്ളൂ. അയ്യോ, ഇവിടെ നിന്ന് മേടിച്ച് കയറി ഒരു ചായക്കൊക്കെ 50 രൂപ 100 രൂപയൊക്കെ മേടിക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ വില കുറവുണ്ടെങ്കിൽ ഈ പെട്ടിക്കട ഇങ്ങനെയുള്ള തട്ടുകട ഇരിക്കുന്നിടത്ത് മാത്രം ഇച്ചിരി വിലയോ കുറവുള്ളൂ. അല്ലാതെ ഹോട്ടലിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ തീർന്നു. അതിനകത്ത് ഇതേ കൊള്ളയടിക്കാനോ നോക്കണം. അടുത്തോട്ട് വലത്തോട്ട് നമ്മൾ അങ്ങോട്ട് പോവല്ലേ? റൈറ്റ് തന്നെ തിരിഞ്ഞു.